പെരുന്നാളല്ലേ, പ്ലക്കാർഡ് കൊണ്ടുവരാൻ മാഷ് പറഞ്ഞതല്ലേ? ഓ, ആ മാഷ് അങ്ങനെ പലതും പറയും. എനിക്കതിനൊന്നും നേരില്ല. ഈശോ പറയുന്നില്ലേ അനുസരണം വിലയേക്കാൾ ശ്രേഷ്ഠമാണെന്ന്? അതുകൊണ്ട് ഈ രാജാവ് ഇനി അടുത്ത വർഷത്തിലുണ്ടാവ ഓളിട്ട് എന്റെ വായ കഴിക്കും. അല്ലടി, ആര് ക്രിസ്തുരാജൻ? എന്തിനാണ് ആഘോഷിക്കണേ? അനീറ്റെ, ഇന്നല്ല എന്നും കുർബാനയിൽ നമ്മൾ ഈ രാജാവിനെ ഓർത്തു പാടുന്നുണ്ട്. അതെപ്പോഴാ പാടണേ? കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. ഓ, ഈ പാട്ട് രാജാവിനെ പറ്റിയിട്ടുള്ളതായിരുന്നു അല്ലേ? എടി, ഇതിൽ മാത്രല്ല, അതുപോലെ വേറൊരു പാട്ടിലുമുണ്ട്. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. കേട്ടോ, ഈ രാജാവ് ഇന്ന് മാത്രമല്ല എന്നും നമ്മോടൊപ്പമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഈ കുർബാനയിലൊന്നും ശ്രദ്ധിക്കാത്ത കാരണം ഇതൊന്നും ഞാൻ കേട്ടില്ല. നമ്മൾ കേട്ടിട്ടുള്ള രാജാക്കന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് നമ്മുടെ ക്രിസ്തുരാജൻ. മുൾക്കിരീടം ചൂടിയ രാജാവ്, കഴുതപ്പുറത്ത് സഞ്ചരിച്ച രാജാവ്, ശത്രുക്കളെ തീർക്കാൻ ഓരോ രാജാവും ശ്രമിക്കുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുന്ന രാജാവ്, കുരിശുമരണത്തിന് വിധിച്ചവൻ വരെ വിശേഷിപ്പിച്ചതും യഹൂദരുടെ രാജാവ്. നമ്മുടെ യേശു സ്നേഹരാജനാണ്. പള്ളിയകത്ത് ഒരു ഫാൻ ഇട്ടാൽ പോലും പറക്കുന്ന അപ്പത്തിന്റെ രൂപത്തിൽ തന്റെ ഹൃദയം എല്ലാ കുർബാനയിലും നമുക്കായി ഭാഗിക്കുന്ന ഒരു പാവം രാജൻ. സോറി, എനിക്ക് തെറ്റുപറ്റി. എനിക്കത് തിരുത്തണം. എന്റെ ജീവിതത്തിൽ സംസാരിച്ചത് ഞാനാണ്. കൂട്ടുകാരെ, ഓടിവാ, നമുക്കൊരുമിച്ച് ഈശോയെ സ്തുതിക്കാനും പ്രഘോഷിക്കാനും കിട്ടുന്ന ഓരോ അവസരവും വിനിയോഗിക്കാം. ഈശോ നമുക്ക് തന്ന നാവ് കൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. സെക്കൻഡ് very good, congratulations group number 3. Next